നമസ്കാരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അനാവശ്യ അവകാശവാദവുമായി മുസ്ലിം കുടുംബം. ക്ഷേത്രാചാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് ശശികല ടീച്ചർ. കണ്ണൂരിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചടങ്ങിൽ പാരമ്പര്യ അവകാശവാദം ഉന്നയിച്ചൊരു മുസ്ലിം കുടുംബം പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്തു. കോട്ടയം മലബാർ പൊന്നുംപിലാത്ത് പാറപ്രവൻ എന്ന മുസ്ലിം തറവാടാണ് അതിപുരാതനമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങിന്മേൽ പാരമ്പര്യ അവകാശവാദവുമായി ഇപ്പോൾ പെട്ടെന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് വാവലിപ്പുഴയിൽ നിന്നും പ്രദക്ഷിണ വഴിയായ തിരുവിഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചുവിട്ടിരുന്ന ബാവലിക്കെട്ട് നിർമ്മിച്ചിരുന്നത് തങ്ങളുടെ കുടുംബമായിരുന്നു എന്നാണ് ഇവരുടെ അവകാശവാദം. വൈശാഖ മഹോത്സവം സുഗമമായി നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന ഈ അണക്കെട്ടിന്റെ അവകാശം ഒരു മുസ്ലിം കുടുംബത്തിൻ്റെതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ നീക്കത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. വർഷങ്ങളായി യാതൊരു അവകാശവാദവുമില്ലാതെ ശാന്തമായി നടന്നുപോകുന്ന ഒരു ഹൈന്ദവ ഉത്സവത്തിലേക്ക് കൃത്യമായ അജണ്ടയോടെ ഒരു മുസ്ലിം കുടുംബത്തെ ചില നിഷ്പേക്ഷിത താൽപര്യക്കാർ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണെന്ന് ഭക്തർ സംശയിക്കുന്നു. ക്ഷേത്രങ്ങളുടെ സ്വയംഭരണാവകാശത്തിനും ആചാരശുദ്ധിക്കും മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇത്തരം അവകാശവാദങ്ങൾ വഴി സാധിക്കുമെന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ തനതായ ആചാര പരമാധികാരത്തിന്മേൽ കടന്നുകയറാനും കാലക്രമേണ ക്ഷേത്ര ചടങ്ങുകളിൽ അവകാശം സ്ഥാപിച്ചെടുക്കാനുമുള്ള ഇത്തരം ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെ ഭക്തജനങ്ങളിൽ നിന്നും കനത്ത അമർഷമാണ് പ്രകടമാകുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല ടീച്ചർ ഈ വിഷയത്തിൽ ഉയർത്തിയ ശക്തമായ പ്രതികരണവും മലബാർ ദേവസ്വം ബോർഡ് നൽകിയ മുന്നറിയിപ്പും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ കപട മതേതരത്വത്തിന്റെ പേരിൽ വികലമാക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഭക്തർ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ ക്ഷേത്ര സംസ്കാരത്തെയും ഹൈന്ദവ പാരമ്പര്യത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നുവരേണ്ട ചിന്തയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ശശികല ടീച്ചർ നടത്തിയ സോഷ്യൽ മീഡിയ പ്രതികരണം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. നാളെ ഞങ്ങൾ വെള്ളം തരുന്നത് കൊണ്ട് മാത്രമാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് എന്ന രീതിയിലുള്ള കപട മതേതര വാഴ്ത്തുകൾ ഹിന്ദു സമൂഹം കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. ഇത്തരം കപട മതേതര നാടകങ്ങൾ കാലാകാലങ്ങളായി ഹിന്ദുക്കളുടെ ചെലവിലാണ് ഇവിടെ നടക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കൃത്യമായ സവിശേഷ അധികാരങ്ങളും പരമ്പരാഗതമായ ആചാര ചുമതലകളുമുണ്ട്. ആ അവകാശങ്ങൾ ഭംഗിയായി നടപ്പാക്കാൻ ഹിന്ദുക്കൾക്ക് അറിയാമെന്നും അതിനിടയിലേക്ക് മറ്റൊരു അന്യമതസ്ഥന്റെയും പാരമ്പര്യ അവകാശവാദം എഴുന്നള്ളിക്കേണ്ട ആവശ്യമില്ലെന്നും ശശികല ടീച്ചർ വ്യക്തമാക്കുന്നു. ക്ഷേത്രാചാരങ്ങളിൽ അനാവശ്യമായ കൈക്കടത്തലുകൾ നടത്താൻ തക്കം പാർത്തിരിക്കുന്ന ശക്തികൾക്ക് ഹൈന്ദവ ഐക്യത്തിലൂടെ മാത്രമേ മറുപടി നൽകാൻ സാധിക്കൂ. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചരിത്രവും ആചാര്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ചരിത്രരേഖകൾ പരിശോധിക്കണമെന്ന് ടീച്ചർ ഓർമ്മിപ്പിക്കുന്നു. കൊട്ടിയൂർ മഹോത്സവത്തെപ്പറ്റി കൃത്യമായി അറിയാൻ ആശ്രയിക്കാവുന്ന ഏറ്റവും ആധികാരികമായ ഒരു കൃതിയാണ് മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ രചിച്ച ദക്ഷിണകാശി മഹാത്മ്യം എന്നത്. കൊട്ടിയൂരിലേക്ക് പുതിയ മുസ്ലിം അവകാശികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന കപട മതേതരവാദികളും ദേവസ്വം അധികൃതരും ആദ്യം ഈ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കണം. 1912 പ്രസിദ്ധീകരിച്ച പ്രസ്തുത പുസ്തകം കോടതിയിൽ പോലും നിലനിൽക്കാവുന്ന ശക്തമായ ചരിത്രരേഖയാണ്. ഈ ഗ്രന്ഥത്തിൽ പോലും പണ്ടേതോ ബൗദ്ധൻ ഈ ചടങ്ങ് ചെയ്തിരുന്നു എന്ന കേട്ടുകേഴ്വി മാത്രമാണുള്ളത്. ആ ബൗദ്ധന്മാർ പോലും അത് ഹിന്ദുക്ഷേത്രമാകിയാൽ തങ്ങളുടെ അവകാശവാദങ്ങൾ ഉപേക്ഷിച്ചു പോയതാണെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് പെട്ടെന്നൊരു മുസ്ലിം കുടുംബം ഈ അവകാശവാദവുമായി കടന്നു വരുന്നതെന്ന് ശശികല ടീച്ചർ ചോദിക്കുന്നു. ഇനി ഈ അവകാശവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പരിശോധിച്ചാൽ മലബാറിലെ ഹൈന്ദവ ജനത നേരിട്ട ക്രൂരമായ അധിനിവേശത്തിന്റെ ചരിത്രമാണ് തെളിഞ്ഞു വരുന്നത്. പണ്ട് ബാവലിക്കെട്ട് നടത്തിയിരുന്ന ഹിന്ദു കുടുംബം ടിപ്പു സുൽത്താന്റെ മലബാർ പടയോട്ട കാലത്ത് ക്രൂരമായ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും ഭീഷണികൾക്കും ഇരയായി നിർബന്ധിത മതപരിവർത്തനം ചെയ്യപ്പെട്ട് മുസ്ലിങ്ങളായി മാറിയവരെന്നാണ് അവിടെ വാമൊഴിയായി പറയുന്ന ചരിത്രം. ഇസ്ലാം മതം സ്വീകരിച്ചതോടെ അവർ ആ ആചാരവും ക്ഷേത്രവുമായിട്ടുള്ള ബന്ധവും പൂർണ്ണമായി ഉപേക്ഷിച്ചതാണ്. മതപരിവർത്തനം ചെയ്യപ്പെട്ട് തലമുറകൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണ്ടും ക്ഷേത്ര ചടങ്ങുകളിൽ അവകാശം സ്ഥാപിക്കാൻ വരുന്നത് ദുരൂഹമാണ്. ഇനി ആ ആചാരം പുനരാരംഭിക്കണമെന്ന് ആ കുടുംബത്തിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തങ്ങൾക്ക് പണ്ട് ആചാരപരമായ അവകാശം ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ച ശേഷം അവർ ഹിന്ദു മതത്തിലേക്ക് തിരികെ വന്ന് കർവാപ്പസി നടത്തി ആ ചടങ്ങ് തുടരട്ടെ എന്ന് ശശികല ടീച്ചർ വെല്ലുവിളിക്കുന്നു. അതല്ലേ അതിന്റെ യഥാർത്ഥ ശരിയെന്നും അവർ ചോദിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ നിലപാടുകളെയും ശശികല ടീച്ചർ ശക്തമായി വിമർശിക്കുന്നുണ്ട്. അനാവശ്യമായ വള്ളിക്കെട്ടുകളിൽ പോയി തലവെച്ച് ദേവസ്വം ബോർഡ് പുലിവാലി പിടിക്കരുതെന്നാണ് ടീച്ചറുടെ മുന്നറിയിപ്പ്. സാധാരണയായി ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളിലും ഭരണത്തിലും അനാവശ്യമായി ഇടപെടുകയും ഭക്തരുടെ താല്പര്യങ്ങളെ ബലികഴിക്കുകയും ചെയ്യുന്ന ദേവസ്വം ബോർഡുകൾ
ഇത്തരം അന്യമതസ്ഥരുടെ അവകാശവാദങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യാറുണ്ട്. ഇത്തരം പ്രവണതകൾ ഹൈന്ദവ അട്ടിമറിക്ക് വഴി തുറക്കുമെന്നതിനാൽ ഭക്തജനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തണം. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സ്വത്തുകളും ആചാരങ്ങളും കൈക്കലാക്കാൻ നോക്കുന്ന ശക്തികൾക്ക് കുടപിടിക്കുന്ന പണിയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന സൂചന ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങളെ കാണുക. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം സംഭവങ്ങളെ കാണേണ്ടത്. ഹിന്ദുക്കളുടെ അറിവില്ലായ്മയും സഹിഷ്ണുതയും ചൂഷണം ചെയ്യുന്ന തന്ത്രമാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുക്കൾ തങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായ അവകാശത്തോടെയും ആചാരശുദ്ധിയോടെയും ആരാധന നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് അന്യമത സ്വാധീനം നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മതേതരത്വത്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ കഴിയില്ല. കൊട്ടിയൂരിലെ പവിത്രമായ വൈശാഖ മഹോത്സവത്തിന്റെ ആചാരങ്ങളെ സംരക്ഷിക്കാനും പുറത്തുനിന്നുള്ള ഇത്തരം കടന്നുകയറ്റങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാനും ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഹിന്ദു ജനതയുടെ സഹിഷ്ണുതയെയും ഉദാരമനസ്കതയും ബലഹീനതയായി കണ്ടുകൊണ്ട് ഓരോ ക്ഷേത്രത്തിലും മതേതരത്വത്തിന്റെ കപട മുഖംമൂടി അണിഞ്ഞ് അന്യമത സ്വാധീനം ഉറപ്പിക്കാൻ ചില ശക്തികൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഒരു കാലത്ത് മലബാറിലെ ഹൈന്ദവ ജനതയ്ക്കും ക്ഷേത്രങ്ങൾക്കും മേൽ നടന്ന ക്രൂരമായ അധിനിവേശങ്ങളുടെ നിർബന്ധിത മതപരിവർത്തനങ്ങളുടെയും കറുത്ത ചരിത്രം മറച്ചുവെച്ചാണ് ഇപ്പോൾ പാരമ്പര്യത്തിന്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. സ്വന്തം വിശ്വാസവും സംസ്കാരവും ഉപേക്ഷിച്ചു പോയവർ തലമുറകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ക്ഷേത്ര ചടങ്ങുകൾ പങ്കുവയ്ക്കണമെന്ന് വാശി പിടിക്കുന്നത് ആചാര സംരക്ഷണമല്ല, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ സാമുദായിക അജണ്ടയുടെ ഭാഗമാണ്. ഇത്തരം ആസൂത്രിത നീക്കങ്ങളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചില്ല എങ്കിൽ അത് ക്ഷേത്രങ്ങളുടെ പവിത്രതയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കും. കേരളത്തിൽ മതേതരത്വം എന്നത് എപ്പോഴും ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് നാം കാണുന്നത്. ഇത്തരം മതസ്ഥരുടെ ആരാധനാലയങ്ങളിലോ അവരുടെ ആചാരങ്ങളിലോ യാതൊരുവിധ ഇടപെടലുകളും നടത്താൻ ആരും തുനിയാതിരിക്കുമ്പോൾ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് മാത്രം മതേതരത്വം അടിച്ചേൽപ്പിക്കാൻ വരുന്നത് വച്ചു പൊറിപ്പിക്കാനാകില്ല. ക്ഷേത്രങ്ങളിലെ പവിത്രമായ ചടങ്ങുകൾ ഭക്തർക്ക് കേവലം ഒരു ഉത്സവമല്ല, തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന ആത്മീയമായ ശുദ്ധിയാണ്. ഇതിനിടയിലേക്ക് കപട മതേതര നാടകങ്ങളുമായി കടന്നു വരുന്നവരെയും അവർക്ക് പിന്നിൽ നിന്ന് നൂലാമാലകൾ ചെയ്യുന്ന നിക്ഷിപ്ത താല്പര്യക്കാരെയും ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ ജാതി ചിന്തകൾക്ക് അതീതമായി ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതിന്റെ അനിവാര്യതയാണ് കൊട്ടിയൂരിലെ ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം ക്ഷേത്രാചാരങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഹിന്ദുവിന് മറ്റ് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന ഉറച്ച നിലപാടിൽ ഭക്തജനങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണവും വരുമാനവും കൈപ്പിടിയിൽ ഒതുക്കാൻ കാണിക്കുന്ന ആവേശം ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കാണിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ക്ഷേത്ര വിശ്വാസങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ അതിപ്രസരമാണ് ഇത്തരം ബോർഡുകളുടെ പരാജയത്തിന് കാരണം. അന്യമതസ്ഥരുടെ ഇത്തരം അടിസ്ഥാനരഹിതമായ അവകാശങ്ങൾ ഉയർന്നു വരുമ്പോൾ ഭക്തർക്കൊപ്പം നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട ദേവസ്വം അധികൃതർ പലപ്പോഴും നിഗൂഢമായ മൗനം പാലിക്കുകയോ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയോ ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ഹൈന്ദവ സമൂഹത്തെ നിരന്തരം അവഗണിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂട നയങ്ങളുടെ തണലിലാണ് ഇത്തരം ശക്തികൾ ക്ഷേത്രങ്ങൾക്ക് മേൽ കടന്നുകയറാൻ ധൈര്യം കാണിക്കുന്നത്. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഹൈന്ദവ ചിന്താഗതികൾക്കും സംസ്കാരത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതലകളിൽ നിന്നും ഭക്തരെ അകറ്റി നിർത്തുകയും രാഷ്ട്രീയ അതിപ്രസരത്തിലൂടെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭരണകൂട നയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം അവകാശവാദങ്ങൾ ഇനിയും ഉയർന്നു വരാം. ഇതിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ഹൈന്ദവ അണിനിരക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. സ്വന്തം ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്നും ചരിത്രപരമായ അവകാശങ്ങൾ അട്ടിമറിക്കാൻ വരുന്ന ശക്തികളെ ശക്തമായി നേരിടുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കൊട്ടിയൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.